ഞാനെന്താ പറഞ്ഞത്, ഞങ്ങൾ ഈ കാര്യം ഗൗരവമായി പരിശോധിക്കും, വിട്ടുവീഴ്ചയില്ലാത്ത നടപടികൾ ചെയ്യും. അതിൻ്റെ ഒന്നാം ഘട്ടമായി വിത്തിൻ 24 hours ഒരു പരാതി പോലും ഇല്ലാതിരുന്നിട്ടും അദ്ദേഹം രാജിവെച്ചു. ബാക്കി പാർട്ടി അത് പരിശോധിക്കും, അന്വേഷിക്കും. അതിനൊരു പ്രൊസീജിയറുണ്ട്, സിസ്റ്റമുണ്ട്. എന്നിട്ട് നോക്കാം. പിന്നെ ഈ പറയുന്ന ആളുകൾ, ബഹളം ഉണ്ടാക്കുന്ന ആളുകളൊക്കെ അവരുടെ കാര്യത്തിൽ അവരെന്താണ് ചെയ്തത് എന്ന് അവരൊരു ആത്മപരിശോധന നടത്തണമല്ല. ഞാൻ ഇവരെ പ്രൊട്ടക്ട് ചെയ്യുന്ന പറഞ്ഞാൽ എൻ്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തുക. അപ്പോൾ ശരിക്കും അവർ ആരുടെ വീട്ടിലേക്കാണ് മാർച്ച് നടത്തേണ്ടത്? അവർ ക്ലിഫ് ഹൗസിലേക്കാണ് മാർച്ച് നടത്തേണ്ടത്. ഏറ്റവും കൂടുതൽ ആളുകളെ, ആരോപണ വിധേയരായ ആളുകളെ പ്രൊട്ടക്ട് ചെയ്യുന്ന ആരാ? കേരളത്തിലെ മുഖ്യമന്ത്രിയാണ്. ഞാൻ പ്രൊട്ടക്ട് ചെയ്തോ? ഞാൻ പറഞ്ഞത് കർശനമായ നിലപാടെന്ന, വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടെന്ന, മുഖം നോക്കാത്ത നിലപാടെന്ന പറഞ്ഞത്. അപ്പൊ ഇതൊക്കെ ഇപ്പൊ കോഴിയും കൊണ്ട് ഒരു പ്രകടനം നടത്തി, കൊള്ളാം, നല്ല തമാശയാണത്. പക്ഷെ കോഴി ഫാം നടത്തുന്ന ആളുണ്ട്, അങ്ങോട്ടല്ലേ പ്രകടനം നടത്തേണ്ടത്? CPM നേതാക്കൾ കോഴി ഫാം നടത്തുവാണ്, അങ്ങോട്ടാണ് ശരിക്കും പ്രകടനം നടത്തേണ്ടത്. ഇതൊരുകൂടി ആയിട്ടല്ല പോയത്, കോഴി ഫാം ഉണ്ട് അവിടെ. ഇതൊക്കെ ഇപ്പൊ BJPക്കാർ സമരം ചെയ്യും. BJPയുടെ ഒരു മുൻ മുഖ്യമന്ത്രി പോക്സോ കേസിൽ പ്രതിയായിട്ടും ഏറ്റവും വലിയ ഉന്നതാധികാര സമിതിയിൽ ഇരിക്കുന്നുണ്ട് BJPയുടെ. ഞാൻ പേരൊന്നും പറയുന്നില്ല. ഉന്നതാധികാര സമിതി, BJPയുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഉന്നതാധികാര സമിതിയിൽ ഒരു മുഖ്യമന്ത്രി ഇരിക്കുകയാണ്, പോക്സോ കേസിൽ പ്രതിയാണ്. എന്നിട്ട് ഇവിടെ വന്ന് സമരം ചെയ്തിട്ട് നമ്മളെ പഠിപ്പിക്കാൻ, ക്ലാസ് എടുക്കാൻ വേണ്ടി വരിക BJP നേതാക്കന്മാർ. ശരിയാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഞാൻ ഒരാളുടെ പേര് പറയില്ല. എത്ര പേരുണ്ട് ആരോപണ വിധേയരായി നിൽക്കുന്ന ആളുകൾ? അവരെത്ര പേര് രാജിവെച്ചു? ഞങ്ങളതൊന്നും നോക്കിയിട്ടല്ല തീരുമാനം. ഞങ്ങളുടെ തീരുമാനം CPM എന്ത് ചെയ്തു, BJP എന്ത് ചെയ്തു എന്നല്ല തീരുമാനം. കോൺഗ്രസിനൊരു തീരുമാനമുണ്ട്. കോൺഗ്രസിനൊരു തീരുമാനം, ഇത്തരം കാര്യങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്ത തീരുമാനം. ഞാൻ എല്ലാവരോടും പറയുന്നു, ആരോപണം ഉന്നയിക്കുന്ന സ്ത്രീകൾക്കെതിരായി, ഒരു സ്ത്രീക്കുമെതിരായിട്ട് ഒരു സമൂഹ മാധ്യമത്തിലൂടെ ഒരു പ്രചരണം ആരും നടത്തരുത്, ഒരു UDF പ്രവർത്തകരും നടത്തരുത്. നടത്തി ഞങ്ങൾ അറിഞ്ഞാൽ, കോൺഗ്രസ് പ്രവർത്തകരാണെങ്കിൽ ഞങ്ങൾ അവർക്കെതിരെ നടപടിയെടുക്കും. ഒരു സ്ത്രീക്കെതിരെ നടത്താൻ പാടില്ല. അത് ശ്രദ്ധയിൽപ്പെട്ടാൽ അത് നടപടിയെടുക്കും. അത് തെറ്റാണ്. അത് കോൺഗ്രസിൻ്റെ കൾച്ചറല്ല, കോൺഗ്രസിൻ്റെ സംസ്കാരമല്ല. അങ്ങനെ ചെയ്യാൻ പാടില്ല. ഒരു സ്ത്രീയെയും സമൂഹ മാധ്യമത്തിലൂടെ വേട്ടയാടാൻ പാടില്ല. അത് കോൺഗ്രസ് ഒരു കാരണവശാലും അനുവദിക്കില്ല. ഏതെങ്കിലും കോൺഗ്രസ് പ്രവർത്തകർ വേറെ ആരെങ്കിലും കണ്ടിട്ട് ആവേശഭരിതരായിട്ട് അത് ചെയ്യരുത്, അതിൽ നിന്ന് പിന്മാറണം എന്നാണ് എൻ്റെ അഭിപ്രായം.